തമ്പുരാനെ നീ പിന്നെ വന്നാ? ഉവ്വേ, ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ 2-3 പേരും കൂടി ഉണ്ട്. ഇന്ന് ഞാൻ ചിലതെല്ലാം ഇവിടെ തെളിയിക്കും. എവിടെ തമ്പുരാന്റെ കുഞ്ഞുമോൻ? വിളി, അവന്റെ തിരുമോന്ത ഞാനൊന്ന് കാണട്ടെ. കുഞ്ഞുണ്ണി, ഇറങ്ങി വാടാ. ആഹാ, കള്ളും കുടിച്ചോണ്ട് നീ പിന്നെയും വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുകയാണല്ലേ? വഴക്കിടാനൊന്നും അല്ല, കുഞ്ഞുണ്ണിന്നും പറഞ്ഞ് 2 പേര് ഇവിടെക്കാര് താമസിക്കുന്നു കേട്ടു. 2 പേരില്ല, ഒരാളെ ഉള്ളൂ. അവൻ അമേരിക്കയിൽ നിന്ന് വന്നതാ. അമേരിക്കയിൽ നിന്നാണോ അരൂക്കുറ്റിന്നാണോന്ന് ഞങ്ങൾ കണ്ടിട്ട് പറയാം. കുഞ്ഞുണ്ണി പുതുവോള് വീണ്ടും വന്നിരിക്കുന്നു. കുഞ്ഞുണ്ണി ഇതാണ് കുഞ്ഞുണ്ണി. ഇനി എന്താ വേണ്ടത്? ഇനിയൊന്നും വേണ്ട, ഇത് 2 മതി. എന്താണ് നിന്റെ പേര്? കുഞ്ഞുണ്ണി. അപ്പൊ നീയോ? കുഞ്ഞുണ്ണ. ഞാൻ നിന്നോടാ ചോദിച്ചത്. കുഞ്ഞുണ്ണി. അത് നിന്റെ പേര്, ഇവന്റെ പേരെന്താ? അത് ശരി, അച്ഛന്റെ പേരെന്താണ് നീ അറിയണം. എന്നെയാണോടാ നീ അവനൊക്കെ വിളിച്ചത്? അധികപ്രസംഗി. എന്റെ തമ്പുരാനെ, ഞാൻ തമ്പുരാന്റെ പേരല്ലേ ചോദിച്ചത്, ഇവന്റെ പേരെന്താന്ന്? അതല്ലേ ഞാൻ പറഞ്ഞു കുഞ്ഞുണ്ണിന്ന്. കൂടെ വന്ന ഒരുത്തോടി എല്ലാം വെള്ളം അവിടെ ഛർദ്ദിച്ച് വൃത്തിയാക്കല്ലേ. ഇവിടെ ആരും ഓടിയിട്ടില്ല. ഓടി താനോട് പറഞ്ഞു. അവനോടി. താനല്ലേ പറഞ്ഞു അങ്ങോട്ട് ഓടി. പിന്നെ ഇവിടെ ആരും ഓടി. താനല്ലേ ഇപ്പൊ പറഞ്ഞു ഓടിയെന്ന്. ഇവിടെ ആരും ഓടിയില്ല എന്ന് പറഞ്ഞാൽ പൊട്ട. താനല്ലേ പറഞ്ഞു ഓടി. അങ്ങോട്ട് ഓടി. ഇവിടെ ആരും ഓടിയില്ല. ആരാ ഓടിയേ? അച്ഛാ, ഇതിന് ആൽക്കഹോളിക് ഡിലറി എന്ന് പറയും. ഇല്ലാത്ത ഉണ്ടെന്ന് തോന്നുന്നു. സ്ഥലം കള്ളുപിടിച്ച് വന്നിരിക്കുക. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ഞങ്ങൾ പൊതുവാള് പറഞ്ഞിട്ട് വന്നതാ. എല്ലാം തട്ടിപ്പൊക്കെ നടക്കുന്ന പൊതുവാള് പറഞ്ഞു. ഞങ്ങൾക്ക് അതിന്റെ സത്യം അറിയണം. ഞാൻ കള്ളുടീന സമ്മതിച്ചു, പക്ഷെ ഇവര് പറയട്ടെ ഇവിടെ എത്ര പേരുണ്ടെന്ന്. പറയടാ, ഇവിടെ എത്ര പേരുണ്ട്? നമ്മൾ 4 പേര്. 5 പേരില്ലേ? ഓടാ മരംകൂടന്മാരെ, നമ്മൾ എത്ര പേരുണ്ടല്ല, ഇവരെത്ര എന്താണ് ഇവിടെ ഒരു ചീഞ്ഞ നാറ്റം? അച്ഛാ, ഞാൻ പറഞ്ഞില്ല എല്ലാരും വെള്ളം നാറിയിട്ട് നിക്കാൻ വയ്യ. മദ്യ ഇവരെ തലയെ കൂടെ താനിപ്പോ മധ്യത്തിലാവണോ കുടിക്കുന്നത്? കുട്ടിയാ, ഞങ്ങളുടെ താമസവനാ. ഗോവിന്ദൻകുട്ടി? ഏത് ഗോവിന്ദൻകുട്ടി? അയാൾ എങ്ങനെ ഇവിടെ വന്നത്? അങ്ങനെ ചോദിക്ക്. ഇവൻ തമ്പുരാനെ പറ്റിക്കാൻ വേണ്ടി ഇവിടെ വന്നതാ. പറയടാ, എല്ലാം തെളിയട്ടെ. നീ പറഞ്ഞിട്ടില്ലടോ ഞാൻ വന്നത്. ഇവിടെ വന്ന് 2 കുഞ്ഞുണ്ണി ഉണ്ടെന്ന് പറഞ്ഞ് തമ്പുരാനെ പറ്റിച്ച വയറു തെറിച്ച് കള്ള് മേടിച്ചു വരാന്ന് പറഞ്ഞ നീ അല്ലേടോ? ദേഹത്തോട്ട് വരുന്നത് ആർക്കാടാ എന്നെ അടിക്കേണ്ടത്? തമ്പുരാനെ ഞാനല്ല തമ്പുരാനെ അടിച്ചത്, ഈ കുഞ്ഞുണ്ണിയാ. ഇന്ന് തന്നെ ഒരു ഗൂർഖ ഏർപ്പാടാക്കണം. ഇവരിനകത്ത് കയറിയാൽ കാല് തല്ലി ഓടിക്കാൻ പറയാം. ക്ഷമിക്കണം, വേറെ നിവൃത്തിയില്ലാതെ വന്നപ്പോ തല്ലിപ്പോയത്. മാപ്പാക്കണം. നീ ഇതെവിടെ പോയി? നിനക്കെന്ത് പറ്റിയെന്ന്? അതെന്റെ ചേട്ടനായിരുന്നു. ഡ്രൈവർ ഇല്ലാത്തതുകൊണ്ട് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വന്നതാ. ആളിത്തിരി വട്ടനാ. ഇടയ്ക്ക് കുറച്ചു കാലം അസുഖമായിട്ട് ആശുപത്രിയിലായിരുന്നു. പേടിക്കാനൊന്നുമില്ല, ഇനി വരില്ല. ഏട്ടൻ എന്നെ കാണണമെന്നില്ലേ? പിന്നെ അതുകൊണ്ടല്ലേ വിളിച്ചത്. നാളെ കാണണം. ഒറ്റയ്ക്ക് വന്നാൽ മതി. എവിടെ? കോർട്ടിലോ? ബാന്ദ്ര ടാങ്കിന് പുറകുവശത്തുള്ള റോഡിൽ നമ്പർ 22. ഓ, നിങ്ങൾ വിൽക്കാനിട്ടിരിക്കുന്ന ആ വീടല്ലേ? പക്ഷേ എന്റെ മാല കൊണ്ടുവരാൻ മറക്കരുതേ. വേണ്ട, ഇനി വൈരമാല വാങ്ങിച്ചു തരാന്ന് പറഞ്ഞാലും ഈ മാല ഞാൻ തിരിച്ചു തരാൻ പോകുന്നില്ല. കടക്കാര് തിരിച്ചു ചോദിക്കുന്നു. തന്നോട് ആര് പറഞ്ഞു കാശ് കടം വാങ്ങിക്കാൻ? അയ്യോ, അതല്ല, സ്വർണ്ണക്കടക്കാര്. അവര് മറ്റാർക്കോ വേണ്ടി പണിത മാലയാ. അബദ്ധത്തിന് നമ്മുടെ തന്നതാ. അതാ തിരിച്ചു ചോദിക്കുന്നത്. എടോ നമ്പീശ, തനിക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവൂ? എന്നാ കേട്ടോ. കേൾക്കാം. എന്ത് വന്നാലും ഈ മാല ഞാൻ തിരിച്ചു തരാൻ പോകുന്നില്ല. ഇതെന്താ ഓട്ട് കമ്പനിയാ? കാവൽക്കാരനൊക്കെ നിർത്തിയിട്ടുണ്ടല്ലോ. आपको अंदर छोड़ने के लिए बड़ा साहब ने मना किया है. अबे ഈ ഡ്രസ്സും കത്തിയായിട്ടാ രാത്രി കിടന്നുറങ്ങണേ. മുറിഞ്ഞു പൂട്ടോ. രാവിലെ ഇനി കെട്ടിയെടുത്താ ഇയാളെ ഇതിനകത്ത് കയറ്റണമെന്ന് അറിയാമല്ലോ. എടാ പെരട്ടെ, നിന്റെ ഉദ്ദേശം എന്താടാ? അതറിഞ്ഞിട്ട് തനിക്കെന്ത് വേണം? ഇവിടുത്തെ ഉപ്പും ചോറും നിന്ന് വളർന്നവനാടാ ഈ പുതുവാള്. അന്ത താനിവിടെ നിന്നപ്പോ കറിയൊന്നും വെക്കത്തില്ല. സാമ്പാർ അവിയലും തോരനൊക്കെ അവര് കഴിച്ചിട്ട് ഉപ്പും ചോറും ഇയാൾക്ക് കൊടുക്കും. നിന്റെ ഉദ്ദേശം എന്താടാ?
അറിയണോ തനിക്ക്? ഇവിടെ ഞങ്ങൾ കട്ട് മുടിക്കും, എന്നിട്ട് ഈ കൊച്ചു കൊട്ടാരം കുളം തോണ്ടും, അപ്പയുടെ തമ്പുരാൻ വഴിയാധാരമാകും, തമ്പുരാട്ടി കാഞ്ഞു മേലോട്ട് പോകും, കുഞ്ഞുണ്ണിയ കുത്തുപാള എടുക്കും. എന്റെ ഈശ്വരാ. ഇനി ഇവനെ അറിയണോ? ഏ? ഏ? നീ എന്തിനാ മോനെ ഈ നരകത്തിന്റെ കൂടെ നടക്കണേ? എല്ലാം കഴിയുമ്പോ ഈ വീടിനെ തീരാൻ, ആ സമയത്ത് തന്നെ ഇവിടെങ്ങാനും കണ്ടാ തല്ലിക്കൊന്ന് അതിനകത്തിട്ട് ചുട്ട് തിന്നാൻ. ഇനി വല്ല അറിയണ? കളഞ്ഞിട്ട് വാടേ. സമ്മതിക്കില്ലടാ, ഞാൻ സമ്മതിക്കില്ല. നിങ്ങളൊക്കെ ആരാണെന്ന് ഞാൻ തെളിയിക്കും, ഈ പൊതുവാണ് തെളിയിക്കും. അതിന് താൻ ഇതിനകത്ത് കയറിയിട്ട് വേണ്ട തെളിയിക്കാൻ. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണ് ഈ താൻ ഇതിനകത്ത് കയറി. ഈ ആത്മീയ കൈ കാലൊക്കെ കയർ കാല് വെട്ടി കുത്താർ കുതാവുക സംഭവമൊക്കെ ചെയ്തു. നീ ചീപ്പാവരുതാ. വന്നേ വന്നേ. അയ്യേ, താൻ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ അടക്കണേ? അതിന്റെ അകത്ത് വല്ല നഗ്ന നൃത്തം നടക്കണ്ട, വൃത്തിയിട്ടവൻ. മുറിയൂട്ടോ. ആ കുഞ്ഞുണ്ണി വന്നോ? നന്നായി, ഞാൻ നിന്നെ നോക്കിയിരിക്കായിരുന്നു. ആജ് നഹി കല്ലാന. എന്താ? ഒരു സർപ്രൈസ് ഉണ്ട്. നിന്നെ കാണാൻ ഒരാള് വന്നിരിക്കുന്നു. ആര്? ആരായിരിക്കും? 7 മലയും 7 കടലും താണ്ടി ആരായിരിക്കും? കടലും മലയാ? 6 മാസമൊന്നും ഇനി കാത്തിരിക്കണ്ട, മുഹൂർത്തം ഉടനെ കുറിക്കാൻ നന്ദു കണിയാനോട് പറയാം. അച്ഛൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവള് വന്നു, രാധിക, രാധിക മേനോൻ. വാ. രാധിക, വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? രാധികയോ? തൈബേനന്റെ മകൾ രാധിക കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷ മാറ്റി വെച്ചു, അതുകൊണ്ട് അവള് വന്നതാ. അച്ഛമ്മ കൊഞ്ചിച്ചോണ്ടിരിക്കുക. കൊച്ചുമോന്റെ പെണ്ണല്ലേ രാധിക? എവിടെയായിരുന്നു ഉണ്ണിയെ? പൂജ കഴിഞ്ഞപ്പോ മുതൽ ഞാൻ തേടി നടക്ക. മെഡിക്കുക ഇവള്. ഞാൻ ചോദിച്ചു എന്താ ആരോടും പറയാതെ പെട്ടെന്ന് മുമ്പിൽ വന്ന് ചാടിയെന്ന്. അപ്പൊ ഈ കുട്ടി പറയാ, ഐ വാണ്ടഡ് ടു ഗിവ് എ സർപ്രൈസ് ടു ഓൾ ഓഫ് യു എന്ന്. ഓ, ഇപ്പോഴത്തെ പെൺകുട്ടികൾ ആൺകുട്ടികളെക്കാൾ മിടുക്കികളാ. ആട്ടെ, അച്ഛൻ അറിയോ കുട്ടി ഇങ്ങോട്ടാ വന്നതെന്ന്? അച്ഛനാ എയർപോർട്ടിൽ കൊണ്ടുവിട്ടത്. ആ, എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ തൈ ബിസിനസ് ഒക്കെ? ഡൂയിങ് വെൽ. ആ, കൊറേ നാളായിട്ട് കാണുകല്ലേ, കുട്ടികൾക്ക് പലതും പറയാനുണ്ടാവും. നമ്മൾ സ്വർഗത്തിലെ കട്ടറും പാവണ്ട. ആ സത്യം. നിങ്ങൾ സംസാരിച്ചിരിക്കുക, എനിക്കും ബാങ്ക് വരെ ഒന്ന് പോണം. ഏതാടി നീ? താനേതാ? ഞാൻ കുഞ്ഞുണ്ണി. എന്ത്? അപ്പൊ ഇതോ? ഇത് മനസ്സിലായി. ഇത് സൗണ്ട്, ഇത് ബോഡി. ഫാന്റാസ്റ്റിക് ചീറ്റിംഗ്. കുട്ടിക്കാലത്ത് വായിച്ച ഫെയറി ടെയിലിൽ പോലും ഇങ്ങനെ ഒരു തട്ടിപ്പ് കേട്ടിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ്. സ്മാർട്ട് ഓപ്പറേഷൻ. അത് ശരി. മദാമേരാ? രാധിക മേനോൻ, തൈക്കാട്ട് മഠം, ലണ്ടൻ. സ്റ്റുഡന്റ് ഓഫ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. കുഞ്ഞുണ്ണിയുടെ കാമുകി. പോരെ? അങ്ങനെ ഒരാളില്ല. ഉണ്ടെന്ന് പറഞ്ഞ നിങ്ങളല്ലേ? ഞങ്ങൾ പറഞ്ഞത് നിനക്കെങ്ങനെ അറിയാം? ചോദിക്കും നിനക്ക് ഉത്തരം പറയാൻ. താൻ ആരാ? എന്റെ സ്കൂൾ ടീച്ചറാ? മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങിപ്പോലെ എന്റെ സ്വഭാവം മാറും. പോയാ നമ്മൾ 3 പേര് ഒരുമിച്ച് പോകും. ഞാൻ പുറത്ത്, നിങ്ങൾ ജയിലിലും. ജയിലിൽ പോ, നിന്നെ കൊന്നിട്ട്. വാ കൊല്ല്. പോടി പൂച്ചക്കണ്ണി. നീ പോടാ മാക്രി. ഇവിടെ കൊല്ലത്തുള്ളാന്ന്. എന്ത്? പിന്നെ എന്റെ ഇരട്ടപ്പേര് ഇവൾക്ക് അതിന്റെ മോന്തയുടെ ഷേപ്പ് കണ്ടിട്ട് പറഞ്ഞായിരിക്കും. ഇവളുടെ മോന്തയുടെ ഷേപ്പ് സ്വന്തം പല്ലിയുടെ കുത്തി നാറ്റിക്കട്ടെ. ഞാൻ ചോദിക്കാം. എടി തൈക്കാട്ട് രാധിക മേനോത്തി, നിനക്ക് ഞങ്ങളെ ദ്രോഹിക്കാനാണോ ഉദ്ദേശം? എനിക്ക് ആരും ദ്രോഹിക്കണമെന്നില്ല, പക്ഷേ ആരും ദ്രോഹിക്കപ്പെടരുതെന്നുണ്ട്. എന്റെ ഉദ്ദേശം എന്താണെന്ന് സമയമാവുമ്പോ മനസ്സിലാവും. അതുവരെ ഒടക്കാൻ വരാതിരിക്കുന്നതാ 2 കൂട്ടർക്കും നല്ലത്. ഹലോ, ഇറ്റ്സ് മീ. എല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുക ഒരു പെട്ടിക്കകത്ത്. എവിടെയാ വെച്ചിരിക്കുന്നെന്ന് എനിക്കറിയില്ല. കുടുംബക്കാർക്ക് മുഴുവൻ അവകാശപ്പെട്ടതാ. ഒരാൾ മാത്രമായി കൊണ്ടുപോകാൻ സമ്മതിക്കരുത്. അവിടെ അമ്മയുടെ നായരെ. നിനക്കെങ്ങനെ അറിയാം? എന്റെ ബന്ധുവല്ലേ? അവളുടെ അമ്മയുടെ നായരോ? പിന്നെ പിന്നെ ഇതുവരെ നീ പറയായിരുന്നത്? പോടാ, ഒരു വരി മണ്ടൻ ചോദ്യങ്ങൾ ചോദിക്കാതെ. അവൾ ആരെ വിളിക്കുന്നത് എനിക്കെങ്ങനെ അറിയാം? ഒരു കാര്യം ഷുവറാണ്, അവൾ നമ്മളെക്കാട്ടിലും ഫ്രോഡാണ്. പരമാസത്താ അവളെ അവളുടെ വഴിക്ക് വിടുന്നതാ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ആ മാല തന്നെ വേണമെന്ന് എന്താ എത്ര നിർബന്ധം? അതിലും മനോഹരമായ ഒരെണ്ണം ഞാൻ. വേണ്ട, അതെന്റെ അമ്മ മരിക്കും മുൻപ് എനിക്ക് തന്നതാ. എന്റെ അമ്മയെ കുറിച്ചുള്ള ഓർമ്മ. എലീന കരയണ്ട.
ഞാൻ ആ മാല എങ്ങനെയെങ്കിലും തിരിച്ചു മേടിച്ചു തരാം. എനിക്കറിയാം ഞാൻ എന്ത് ചോദിച്ചാലും തരൂന്ന്. ചേട്ടന്റെ ആ ബാങ്ക് മോഷണ കേസില്ലേ, അതിലെ ആ പ്രതി ശരിക്കും മോഷ്ടിച്ചതാ? അവൻ കള്ളന് കഞ്ഞി വെച്ചവനല്ലേ, അവൻ തന്നെ മോഷ്ടിച്ചത്. എന്നാ പിന്നെ ആ പണം എവിടെ ഉണ്ടാവുക? അതൊരു രഹസ്യമാണ്. ആരാ? 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 ആരുമില്ല. ആഹാ, കഴിഞ്ഞ തവണ എലീന എന്നെ കാണാന്നപ്പോ വീട്ടിലൊരു ഏഭ്യം കയറി വന്നല്ലോ. അവന്റെ പേരെന്താ പറഞ്ഞേ? മാപ്പോ? മാളിയേക്കൽ അവറ പത്രോസ് ചെറിയൻ, മാപ്പ് ചെറിയൻ എന്ന് വിളിക്കും. എന്റെ പേര് എലീന ചെറിയൻ എന്നല്ലേ. ചേട്ടൻ അറിയാതെ ഒറ്റയ്ക്കാ ഞാൻ വന്നത്. അവനെ കണ്ട എലീനയുടെ സഹോദരനാണെന്ന് പറയില്ല. തന്ത വേറെയാണല്ലേ? എങ്ങനെ മനസ്സിലായി? ആ തെണ്ടിയുടെ സ്വഭാവം കണ്ടല്ലോ അറിഞ്ഞൂടെ അവൻ നല്ല തന്തയ്ക്ക് പറഞ്ഞവനല്ലെന്ന്. അവന്റെ തന്ത ഏതേലും തോട്ടിയായിരിക്കും, അതും വല്ല തെണ്ടിത്തോട്ടി. തെണ്ടിത്തോട്ടി തന്ത, തെണ്ടിത്തോട്ടി തന്തയ്ക്ക് പിറന്നവൻ. പക്ഷെ അവന്റെ സ്വഭാവം പല തന്തയ്ക്ക് പറഞ്ഞവന്റെ. തെണ്ടിത്തോട്ടി പല തന്തയ്ക്ക് പറഞ്ഞ തന്തയില്ല, പന്നി. ആ പന്നിയുടെ പേര് മാപ്പ്, അവന്റെ അപ്പന്റെ പേര് ചെറിയാൻ, അപ്പൂപ്പന്റെ പേര് ചെറിയാൻ. മാപ്പ് അതെ, പറഞ്ഞതെല്ലാം ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. ആരുടെ തന്തയാ തെണ്ടി? എന്റെ തന്തയാ തെണ്ടി. പോരെ? പോരാ. എന്റെ തന്ത തെണ്ടി, തോട്ടി, പട്ടി, പന്നി. അപ്പൊ താൻ? ഞാൻ തെണ്ടിയുടെ മോൻ, തോട്ടിയുടെ മോൻ, പട്ടിയുടെ മോൻ, പന്നിയുടെ മോൻ. ഞാൻ? അയ്യോ, അങ്ങ് ലോകത്തിലെ ഏറ്റവും വലിയ മഹാൻ, എന്റെ അച്ഛൻ മഹാത്മാവ്. ഇനി താരുടെ ഈ തന്തയ്ക്ക് പറയോ? ഇല്ല, മേലിൽ ഞാൻ ആരുടെയും തന്തയ്ക്ക് പറയില്ല. ഇനി താൻ എന്റെ പെങ്ങളെ കയറി പിടിക്കോ? ഇല്ല, ഞാൻ ഇനി അവളെ കാണുക പോലും ഇല്ല. കണ്ടോന്ന് ഞാൻ അറിഞ്ഞ എന്നെ കൊന്നോ? ഇപ്പൊ എന്നെ വിട്ടേരെ. വിടാ. താങ്ക്